ഓടും രാജ ആടും റാണി എന്ന ചിത്രത്തിലാണ്. നിന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഇല്ല. പിന്നെ എന്താ അതിന്റെ അർത്ഥം? ഈ ചിത്രത്തിൽ യഥാർത്ഥത്തിൽ പ്രിയാമണിയെയാണ് ഹീറോയിനായിട്ട് കാസ്റ്റ് ചെയ്തിരുന്നത്. പട്ടി നാറി നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്ന് സംഭവിച്ചെന്നറിയില്ല. 2 മണിക്കൂറിന് ശേഷം ഒരു മെസ്സേജാണ് ഇതിൻ്റെ ഡയറക്ടറിൻ്റെ ഫോണിലേക്ക് വന്നത്. അതിങ്ങനെയാണ്, ഐ ഡോണ്ട് ലൈക്ക് ടു ഡു ഓപ്പോസിറ്റ് ടു ടിനി എന്ന്. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. ഇതിൽ എന്താണ് പ്രിയാമണിയുടെ ഒരു ക്രൈറ്റീരിയ, ഒരു മാനദണ്ഡം? ഈ പാംഫ്ലെറ്റ് ഒക്കെ കാണിച്ചിട്ട് ഇതാണ് ഹീറോ, ഇതാണ് ഇത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓ ടിനിയാണ്, ഐ വർക്ക് വിത്ത് ഹിം, ഞാൻ പ്രാഞ്ചേട്ടനിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ എന്റെ പേര് പറഞ്ഞപ്പോ തന്നെ അറിയാം ധാരാളം കേട്ടിട്ടുണ്ട്. അപ്പോൾ ഹി ഈസ് ദ ഹീറോ, യു നോ യു ഹാവ് ടു ബി വിത്ത് ഹിം. എന്താ പെൺകുട്ടികൾക്ക് ഇങ്ങനെ സിമ്പിൾ ഡ്രസ് ധരിക്കുന്ന പുരുഷന്മാരെ ഇഷ്ടമല്ലേ? ഡോണ്ട് ലൈക്ക്? പുള്ളിയാണ് ഹീറോ. ഇയാളാണോ മണവാളൻ? പുള്ളിയാണ് ഹീറോ, പക്ഷെ ഹി ഈസ് നോട്ട് സ്റ്റാർസ് കമ്പയർ ചെയ്യുമ്പോൾ ഹി മേ നോട്ട് ബി ഇൻ ദാറ്റ് ലെവൽ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. എന്ന അവസ്ഥയിൽ ഞാൻ ഇങ്ങനെ ടിനിയുടെ ഓപ്പോസിറ്റ് ഞാൻ അഭിനയിച്ചാൽ നാളെ ബാക്ക്ലാഷ് വരുന്നത് എനിക്കാണ്. അല്ലെങ്കിലും നീയൊന്നും എന്നെ അർഹിക്കുന്നില്ലടാ. എനിക്ക് എന്റെ കരിയർ നോക്കണല്ലോ. ഫിലിം ഹിറ്റ് ആയാൽ ആഹാ ഓഹോ എന്ന് എല്ലാരും പറയും, പക്ഷെ ഫിലിം ഹിറ്റ് ആയില്ലെങ്കിൽ അപ്പൊ ഒരു തീരുമാനമായില്ലേ? ഒരു ഫിലിം ഹിറ്റ് ആയില്ലെങ്കിൽ ഹീറോ ആരും they will not blame, ഹീറോയിനെ ബ്ലെയിം ചെയ്യും. സന്തോഷ വാർത്തയല്ലേ ഞാൻ കേട്ടത്. മലയാളത്തിലൊക്കെ ലാലിന്റെ പടം പൊട്ടി, അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ പടം അങ്ങനെയൊക്കെയല്ലേ പറയാ? മമ്മൂട്ടിയുടെ പടം പോയില്ല, ഇല്ലെങ്കിൽ ലാൽ സാറിന്റെ പടം പോയില്ല എന്ന് മാത്രം പറഞ്ഞിട്ട്, പക്ഷെ 10 പേരുണ്ടല്ലോ മമ്മൂട്ടി സാറെ സൈൻ ചെയ്യാൻ, ലാൽ സാറെ സൈൻ ചെയ്യാൻ. ആ സെയിം പടത്തിന്റെ ഹീറോയിൻ സൈൻ ചെയ്യാൻ 10 പ്രൊഡ്യൂസേഴ്സ് ഉണ്ടോ, 10 ഡയറക്ടേഴ്സ് ഉണ്ടോ? വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ഓഹോ, പറയൂ. ഐ ആം ആസ്കിങ് എ ഓണസ്റ്റ് ക്വസ്റ്റ്യൻ. പടച്ചവനെ തീവണ്ടിക്കാണല്ലോ തല വെച്ചത്. ചുരുക്കി ഞാൻ പറയട്ടെ, അതായത് പ്രിയ ഒരു ഇല്ല, ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ ആൻസർ പറയൂ നിങ്ങൾ. ഇത് പുലിവാലി പിടിച്ച പോലെയാണ്. അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ.